വല്ലാത്തൊരവസ്ഥ. ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സത്യമാണ്. താങ്കളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ഏതാണ്ട് ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കുമുള്ള ഒരു പ്രശ്നം. താങ്കളെ മനസ്സിലാക്കാൻ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെ, അങ്ങനെ ഒരു മകൻ കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവ വൈകല്യം അവന്റെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷകർത്താക്കളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ, നിന്റെ അമ്മ. കറക്റ്റാണ്. രേണു സുധി, നീ ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്. ഇത്രയും നേരം കിടന്ന് കുറെ കൊലച്ചില്ലേ, ഇനി അടങ്ങ്. ഈ ഒരു അസുഖം വന്നു, ഇനി അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി. നമസ്കാരം. രേണു സുധിയുടെ വീഡിയോ വീണ്ടും ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിതനാകുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെ കിച്ചു ഇട്ട ഒരു വീഡിയോ, കിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ എല്ലാം അങ്ങനത്തെ സങ്കടമാണെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണം, ഒരു മകൻ എന്നുള്ള നിലയിൽ താൻ അനുഭവിച്ച ദുഃഖങ്ങൾ ആ ഒരു വീഡിയോ വരെ പൊക്കി കാണിച്ചുകൊണ്ട് പിന്നീട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായിട്ട് ഈ പറയുന്ന കിച്ചു ഇട്ടൊരു വീഡിയോ. ഓക്കെ, അതിനെ പ്രതികരിച്ചുകൊണ്ട് അവന്റെ ഭാഗത്ത് ശരിയാണ്, അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ശരി എന്നാണ് എനിക്ക് തോന്നിയത്, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടു. അതിനൊരു റിപ്ലൈ വീഡിയോ നമ്മുടെ രേണു തന്റെ ഇൻസ്റ്റയിൽ നമ്മുടെ യൂട്യൂബിലും എല്ലായിടത്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ കണ്ട രേണു, അതായത് ഈ അസുഖം വന്നതിന് ശേഷം വളരെ ദയനീയമായ ഒരവസ്ഥയിൽ ഈ പറയുന്ന ശബ്ദം പോലും, അവരുടെ പറയുന്ന ആ ഒരു ശബ്ദം തന്നെ മാറിപ്പോയി, അവരുടെ ബോഡി ലാംഗ്വേജ് മാറിപ്പോയി. പ്രാർത്ഥനകളോട് എപ്പോഴും ഈ പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടു. നമ്മൾ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ട് എല്ലാവരും വലിയ ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ടായിരുന്നു. കാരണം ഇതുപോലുള്ള ഒരു ക്യാൻസർ രോഗി അവരൊരു സർവൈവറിൽ, അവരതിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവര് പ്രയത്നിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രേണു ഇട്ട ഒരു ഒരൊറ്റ വീഡിയോയ്ക്ക് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇതുവരെ താങ്കളെ വിമർശിച്ചിരുന്നവർ, താങ്കളെ ഇതുവരെ നല്ല രീതിയിൽ വിമർശിച്ചിരുന്നവർ വരെ താങ്കളുടെ ഈ ഒരു അസുഖം വന്നപ്പോൾ താങ്കളുടെ കൂടെ നിന്നു. ആർക്കും ഇത് വരരുത്, താങ്കൾ അതിൽ സർവൈവ് ചെയ്ത് വരണം, താങ്കൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരണം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തവരായിരുന്നു മുമ്പത്തുള്ള വീഡിയോസ് എല്ലാം. മൊത്തം നിങ്ങൾ കമന്റ് നോക്കി. പക്ഷേ ഈ ഇന്നത്തെ കമന്റ്, ഇന്നലെ നിങ്ങളൊരു വീഡിയോ ഇട്ടതിന് ശേഷം അതിന്റെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ആ താങ്കളെ ഇഷ്ടപ്പെട്ടിരുന്നവർ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് എങ്ങനെ അത് മാറി എന്നുള്ളതാണ്. ഒരൊറ്റ വീഡിയോ കൊണ്ട് ആ കമന്റ് ബോക്സിൽ ഞാൻ വിരളമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടില്ല സത്യം, ഞാൻ കുറെ നോക്കി. അതിനകത്ത് താങ്കളെ വിമർശിച്ചു കൊണ്ടാണ് ഇട്ടത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ നെട്ടിപ്പോയി. ഇത്ര ദയനീയ അവസ്ഥയിൽ സംസാരിക്കാനും പോലും കഴിവില്ല, എല്ലാം മറന്നു പോകുന്നു, വേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവനാമം ജപിച്ചുകൊണ്ട് മാത്രം കാണപ്പെട്ട ഒരു രേണു സുധി ഇന്നലെ കിച്ചുവിന്റെ ഒരു വീഡിയോ വന്ന ഉടനെ അതിന് മറുപടിയായി പറഞ്ഞ വാക്കുകളുണ്ട്. അതിനകത്ത് രേണു സുധി പറഞ്ഞ ഒരു സാധനമുണ്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റി, നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാനും നീ മാത്രം അറിയാവുന്ന ഒരു സംഭവം. ആ സംഭവം നിങ്ങൾ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ, അതൊക്കെ ഞാൻ വിശദീകരിക്കാം എന്നുള്ളതാണ്. ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതിനു മുമ്പ് എനിക്ക് രേണു സുധിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് രേണു സുധിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്. അത് ഇവിടെ ഫിറോസ് KSDC നമ്മളെ വീട് വെച്ച് കൊടുത്ത ഫിറോസ് ഈ പറയുന്ന രേണുവിന്റെ ഈ ഒരു വീഡിയോക്ക് താഴെ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ഓക്കെ, വല്ലാത്തൊരവസ്ഥ. ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സത്യമാണ്, താങ്കളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ഏതാണ്ട് ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കുമുള്ള പ്രശ്നം. താങ്കളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു സമയത്ത് താങ്കൾ കരഞ്ഞ് വളരെ ദയനീയമായിട്ട് ഫ്രണ്ടിൽ വരുന്നു, തൊട്ടടുത്ത നിമിഷം താങ്കൾ ഒരു ബദ്ധാളിയെ പോലെ പെരുമാറുന്നു. എന്താണ് സത്യമെന്ന് ഒരു പിടുത്തവുമില്ല. ഇപ്പൊ വല്ലാത്തൊരവസ്ഥ. ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം കരച്ചിൽ, സങ്കടം, മാപ്പ് ആണല്ലോ, അടുത്ത ദിവസം വെല്ലുവിളി ബഹളം. താങ്കൾ ചെയ്ത തെറ്റിനൊക്കെ താങ്കൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഫാദർ അടക്കം. ഫാദർ അടക്കം നിങ്ങൾ വിളിച്ച് ഫാദറിന് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല, താങ്കൾക്ക് തന്നെ അറിയാം, സമൂഹത്തിനറിയാം. അതിനുശേഷം ഫാദറിന്റെ അടുത്ത് പോയി നിങ്ങൾ ക്ഷമ പറഞ്ഞു, തെറ്റിന് ക്ഷമ പറഞ്ഞു. അതിനുശേഷം ഫാദർ വലിയൊരു മനസ്സിനുടമയാണ് ഫാദറിന് ഞാൻ പറയേണ്ടതായിട്ട് വരും. പുള്ളി ഇതൊക്കെ മറന്നുകൊണ്ട് താങ്കളെ വന്ന് എന്ത് ചെയ്യുന്നു, പ്രാർത്ഥനയിലൂടെയൊക്കെ താങ്കളെ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, ശുശ്രൂഷിക്കുന്നു, ഒക്കെ ശരി തന്നെയാണ്.
അതൊക്കെ ചെയ്ത താങ്കൾ ഇന്നലെ താങ്കൾ കണ്ടത് അടുത്ത ദിവസം വെല്ലുവിളിയും ബഹളവും. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് ഒരു വെല്ലുവിളിയാണ്, ഒരു ഭീഷണിയാണ്. നീ പറഞ്ഞാൽ ആ സാധനം ഞാൻ എടുത്ത് പുറത്തിടും. ഒരു അമ്മയാണ് ഒരു മകനോട് വെല്ലുവിളിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഒരു അമ്മയാണ്. ക്യാൻസറും കാര്യങ്ങളൊക്കെ ശരി തന്നെ, അതൊരു സൈഡിൽ മാറ്റി നിൽക്കട്ടെ. ക്യാൻസർ എന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യത്തെ ഒരു വ്യക്തിയൊന്നുമല്ലല്ലോ താങ്കൾ. ക്യാൻസർ വരുന്ന ആദ്യത്തെ വ്യക്തിയല്ല താങ്കൾ. ഒരുപാട് പേര് ഇപ്പോഴും ഒരാളുടെ പോലും സപ്പോർട്ട് ഇല്ലാതെ, ഒരാളുടെ പോലും പിന്തുണ ഇല്ലാതെ, ചികിത്സിക്കാൻ ക്യാഷ് ഇല്ലാതെ നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഭാഗ്യമാണ് എന്ന് പറയാം. ഈ ക്യാൻസർ വന്ന് താങ്കൾക്ക് ചികിത്സിക്കാൻ പൈസയിട്ട് താങ്കളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ സപ്പോർട്ടേഴ്സൊക്കെ എല്ലാം അവരെ തന്നെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നലത്തെ വീഡിയോ എന്ന് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് വെല്ലുവിളിയും ബഹളവും ഒക്കെ ആയിരുന്നു. കിച്ചുവിന് സ്വന്തം മകൻ എന്ന് താങ്കൾ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ മകനെ പോലെ കാണുന്നു എന്ന് താങ്കൾ അവകാശപ്പെടുന്ന പയ്യന് നേരെയാണ്. ഓക്കെ, രേണു നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല ഇവിടെ. വളരെ കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യനാണ് എനിക്കും താങ്കളോട് ചോദിക്കാനുള്ളത്. താങ്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവിടെ ആരുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ, ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെല്ലുവിളിക്കുന്നു, നെഞ്ചിലൊക്കെ അടിച്ച് വെല്ലുവിളിക്കുന്നുണ്ട്. താങ്കളെ കാണുമ്പോൾ ഒരു രോഗം ഉണ്ടതായിട്ട് തോന്നുന്നില്ല. സത്യം പറയാലോ, അപ്പോഴൊന്നും തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് രോഗമുണ്ട് എന്നുള്ളത് നമുക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ആ രോഗത്തിനെങ്കിലും മാനിച്ച് മര്യാദയ്ക്ക് ഇരുന്നൂടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വന്തം മകനാണ്, അവനൊരു തെറ്റിദ്ധാരണയാണ് പറ്റിയത്, അത് ഞാൻ ക്ഷമിച്ചു, ശരി, അവന്റെ ഇത് വിഷമത്തിൽ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു നിങ്ങൾ വിട്ടിരുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ ജയിച്ചേനെ. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ട് വീണ്ടും വീണ്ടും വർദ്ധിച്ചേനെ. ഓക്കെ, നിങ്ങൾ അവിടെയല്ല, നിങ്ങൾ അവിടെ വെല്ലുവിളിക്കുകയാണ്, പലതും തിടുകയാണ്. ഇത് നിങ്ങൾ താങ്കളുടെ അസുഖത്തിന് മുമ്പ് പലരിടത്തും പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത്. എനിക്കും നിനക്കുമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ കേസ്. ഓക്കെ, അത് നമുക്ക് മുമ്പേ ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഈ പറയുന്ന ഒരു ഔട്ട്സൈഡ് ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ളത്. ഇവിടെ അത് എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? നിങ്ങൾ പറയുന്ന പോലെ കഞ്ചാവും കാര്യങ്ങളും തേങ്ങയൊന്നും അല്ല, അല്ലാതെ പല കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടു പോകുന്ന പല സംഭവങ്ങളുമാണ് അവൾ അതിനകത്ത് പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം സ്വന്തം മകന്റെ മേൽ ആരോപിക്കുമ്പോൾ അമ്മ മനസ്സിലാക്കണം, അമ്മ എന്ന് പറയുന്ന താങ്കൾ മനസ്സിലാക്കണം, ഇത്രയും വലിയൊരു ആരോപണമാണ്. അതൊരിക്കലും ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, വലിയൊരു ആരോപണമാണ്. സ്വന്തം ജയിക്കാൻ വേണ്ടിയിട്ട് താൻ ആരോപിക്കുന്നത് തൻ്റെ മകന് തുല്യമായ ഒരു മനുഷ്യനോടാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അവിടെയൊക്കെയാണ് എനിക്ക് എതിരഭിപ്രായമുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് രേണുവിന്റെ ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ കാണാം. ഓക്കെ, ട്യൂഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയായിരുന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയായിരുന്നു, അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. സത്യം പറയട്ടെ, ഇത് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മകൻ ഗുഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. നീ എന്ന് മോശമാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന 99.9% ജനങ്ങൾക്ക് മനസ്സിലാവും താങ്കൾ പറയുന്നത് കള്ളമാണ് എന്നുള്ളത്. മനസ്സിലായോ? താങ്കൾ എപ്പോഴാണ് മെസ്സേജ് അയച്ചത്? സബ്സ്ക്രിപ്ഷൻ തുടങ്ങി 500 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമാണ് സ്വന്തം മകൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നുള്ളത്. അപ്പോഴവൻ എന്ത് പറയുന്നു? സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കും പോലെ ഈ പറയുന്ന ലൈംഗിക ചുവയോട് കാണുന്ന ഒരു സാധനമല്ല. അവിടെ ശരീര പ്രദർശനമല്ല സബ്സ്ക്രിപ്ഷൻ എന്ന് മറ്റവരെ പിന്നെ മനസ്സിലാക്കുക. അല്ലെ, അവരങ്ങനെ ഉദ്ദേശിച്ചാണ് കൊടുത്തത്. ചിലവരതിനെ മറ്റൊരു രീതിയിൽ ഇതാണ് സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്ന് ചിലവർ തെറ്റിദ്ധാരണയാണ്. അവരുടെ ഇത് എൻ്റെ ഒരു അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് ചില തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ താങ്കളൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറയാൻ സ്വന്തം മകൻ്റെ അടുത്ത് പറയുന്നു. അവൻ ഓക്കെ, താങ്കൾ ഇവിടെ ഇതാണ് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് അറിയട്ടെ. അതിന് ശേഷമാണ് ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് ശേഷമാണ് താങ്കൾ ഈ പറയുന്ന വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നോട്ട് ദ പോയിന്റ്. താങ്കൾ ഞാൻ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങട്ടെ, എൻ്റെ കണ്ടന്റ് ഇതാണ് എന്ന് താങ്കൾ അവൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ. താങ്കൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു, എല്ലാം എത്രയും സെലിബ്രിറ്റീസ് തുടങ്ങുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു ശരി തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്.
വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കരുത് രേണു. അത് തന്നെ ആവർത്തിക്കാതെ താങ്കൾ ഇവിടെ തോറ്റുപോവുകയാണ്. താങ്കളുടെ ഒരു കള്ളത്തരം വെളിപ്പെടുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ അതിനെ വലിച്ചു കീറാൻ നിൽക്കുന്നില്ല, ഈ ഒരു രോഗാവസ്ഥ ആയതുകൊണ്ട് മാത്രം. ശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞ് 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ? എന്നെ വെറുതെ വിട് കിച്ചു, കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. എന്നെ വെറുതെ വിട് കിച്ചു, എന്നെ വെറുതെ വിട് കിച്ചു എന്ന് തൊഴുത്ത് പറയുന്നതിനോടൊപ്പം കിച്ചുവിനെയും കൂടി വെറുതെ വിട് എന്നാണ് എനിക്ക് താങ്കളടുത്ത് പറയാനുള്ളത്. കിച്ചുവിനെയും കൂടി വെറുതെ വിട്. താങ്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഞാനും നീയും മാത്രം അറിയുന്ന ഫ്യൂച്ചറെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്, അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള ഒരു ഭീഷണിയാണ്. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഇത് എനിക്ക് മുമ്പേ നമുക്കറിയാം. താങ്കൾ ഇത് പലരിടത്തും പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സാധനം അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ വന്ന് വീണ്ടും വീണ്ടും അവനെ ത്രട്ടൻ ചെയ്യുകയാണ്. മനസ്സിലായി? അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. സ്വന്തം ജയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളമൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു മകൻ കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവ വൈകല്യം അവന്റെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷകർത്താക്കൾ തന്നെയാണ്. അപ്പൊ അവിടെയും ഉത്തരവാദി താങ്കൾ തന്നെ ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്ന് ഇനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഋതപ്പൻ, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ച്, നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്നൊരു ഞാൻ നിന്നെ ഋതപ്പനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. അതൊരിക്കലും സത്യമല്ലെന്ന് താങ്കൾക്കും അറിയാം, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. ഞാൻ സബ്സ്ക്രിപ്ഷന്റെ പൈസ കൊടുത്തിട്ടുണ്ട്. കണക്കുകൾ പറയുകയാണ്. അവൻ 500, 1000 ഒക്കെ പലപ്പോഴത്തെ 200, 300 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകളാണ് ഇവിടെ പറയുന്നത്. ഇതിനെയും ഞാൻ വലിച്ചു കീറാൻ നിൽക്കുന്നില്ല എന്നുള്ളത്. പറയാനുണ്ടെങ്കിൽ ഒരുപാട് പോയിട്ടുണ്ട്. അടച്ചു പോകുന്നുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു രോഗാവസ്ഥ. നിങ്ങൾ അതിൽ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ കൂടി താങ്കൾക്കൊരു മാരകമായ അസുഖമായ ഒരു ക്യാൻസറാണ്. ഈ സമയത്ത് ഈ രീതിയിലുള്ള സംസാരമോ ഒന്നും പാടില്ല എന്ന് താങ്കൾക്കറിയാം. എന്നിട്ട് പോലും താങ്കൾ അത് വകവയ്ക്കാതെ തൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് വന്നു പറയുന്ന അപവാദങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ, നിന്റെ അമ്മ. കറക്റ്റാണ്. രേണു സ്തുതി അല്ല കിച്ചു. വെരി വാലിഡ് പോയിന്റ്. സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അതായത് കിച്ചുവിന്റെ പേര് എടുത്തെടുത്ത് പറയണേ. കിച്ചു അല്ല, രാഹുൽ ദാസ് ആണ്. പിന്നെ കുറെ സ്റ്റേഷന്റെ പേര് പറയുന്നുണ്ട്, കൊല്ലവനം, അവിടെയൊക്കെ പോയി തിരക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് രാഹുൽ ദാസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. കിച്ചു അല്ല. കിച്ചു എന്ന് പറഞ്ഞ പേരിട്ട് തിരക്കി കഴിഞ്ഞാൽ അവിടെ ആ റെക്കോർഡിൽ കാണത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പേരുകൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇവൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു, പലവട്ടം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെന്നൊക്കെ കിച്ചു തന്നെ വെളിപ്പെടുത്തിയ സംഭവമാണ്. അതിന് വലിയൊരു ഇതൊന്നുമല്ല. ആ അതാണ് ഞാൻ പറഞ്ഞത്. അവൻ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അവനൊരു മയക്കുമരുന്ന് എന്ന് പറയുന്ന ആ ഒരു ലഹരിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉത്തരവാദികൾ രക്ഷകർത്താക്കളായിരിക്കുന്ന താങ്കൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അവിടെയും വീഴ്ച പറ്റിയിരിക്കുന്നത്, തെറ്റ് പറ്റിയിരിക്കുന്നത് ഒക്കെ താങ്കൾക്കാണ്, അല്ലെങ്കിൽ താങ്കളെ അടങ്ങുന്ന, അല്ലെങ്കിൽ മരിച്ചുപോയ ശ്രുതിയുള്ള ഉൾപ്പെടെയുള്ളവർക്കാണ്. ആ രീതിയിലായിരുന്നു താങ്കളുടെ പാരന്റിങ്. ആ രീതിയിലായിരുന്നു താങ്കൾ ഈ കൊച്ചിനെ നോക്കിയിരുന്നത് എന്നുള്ളതാണ് സത്യം. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്തൊന്നും എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുത്തോ? നിന്റെ അനിയനല്ലേ?
എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അബദ്ധ ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. കണക്ക് പറഞ്ഞതല്ല രേണു, നീ കണക്ക് പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, നിനക്കൊരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളിവിടെയൊക്കെ തുള്ളി എന്ന് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ നീ ആ കിച്ചുവിന് ഒരു മുട്ടായി എങ്കിലും വാങ്ങിച്ചു കൊടുത്തേനെ എന്നാ പറയുന്നത്. എനിക്കറിയാം ജയിക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് വീഡിയോസ്, സത്യം പറഞ്ഞ വീഡിയോസ് തന്നെ കിടപ്പുണ്ട്. കിച്ചുവിന് നമുക്ക് അവന്റെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവന് ഋതപ്പനെ ഒരിക്കലും മാറ്റി നിർത്താമെന്ന് പറയും. സ്വന്തം സഹോദരനായിട്ട് തന്നെയാണ് അവന് കാണുന്നത്. ആ ഒരു സഹോദര സ്നേഹം അവന്റെ വാക്കുകളിലും അവന്റെ പ്രവൃത്തികളിലൊക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാണ്. അതായത് താങ്കളോട് 100ഉം 200ഉം കടം വാങ്ങുമ്പോഴും അവൻ എന്തെങ്കിലും കിട്ടുമ്പോൾ അവൻ ഓടി വന്ന് ഋതപ്പനെ പലയിടത്തും കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കുകയും, മുട്ടായി ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, അങ്ങനെ പലതും വാങ്ങിച്ചു കൊടുക്കുന്ന അവൻ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ വന്ന് ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാധനം. കിച്ചു ഇപ്പം റീസെന്റ് ആയിട്ട് എന്തോ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി. അതുവഴി ഒരുപാട് ക്യാഷ് കിട്ടി എന്നുള്ളൊരു സംഭവമാണ് അവർ പറയുന്നത്. അതിനുശേഷം കൊടുത്തില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു രേണു, താങ്കളെ എന്തുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. താങ്കൾക്ക് 99% താങ്കളെ നെഗറ്റീവ് തന്നെയാണ്, താങ്കളെ വെറുപ്പ് തന്നെയായിരുന്നു ജനങ്ങൾക്ക്. ഒരു 1% താങ്കളെ പോലെ ആകാൻ ആഗ്രഹിച്ച 1% പേര് മാത്രമാണ് താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതിനുശേഷം താങ്കൾക്ക് ഇങ്ങനെ ഒരു മാരകമായ ഒരു അസുഖം വരുന്നു. അത് ആൾക്കാർ കാണും, താങ്കളുടെ ദയനീയ അവസ്ഥ കാണുന്നു, താങ്കൾ ദയനീയമായി പറയുന്ന കേസുകൾ, താങ്കളുടെ ശബ്ദം തന്നെ മാറി. ഇപ്പൊ ശബ്ദം വീണ്ടും മാറിയിട്ടുണ്ടോ? തൊട്ട് മുമ്പേ 2 ദിവസം മുമ്പ് താങ്കളുടെ ഒരു വീഡിയോ കണ്ടത് വേറൊരു ടോണാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം ഉണ്ടാവും. ഇപ്പോൾ ടവേന മാറി താങ്കളുടെ പഴയ സ്വഭാവത്തിലേക്ക് താങ്കൾ തിരിച്ചു വരുന്നു. താങ്കളുടെ ടോൺ മാറുന്നു, താങ്കളുടെ സംസാര രീതി മാറുന്നു, താങ്കൾ വെല്ലുവിളിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ കാണിച്ചത് ഈ പറയുന്ന പ്രേക്ഷകരെ പറ്റിക്കാനാണോ എന്ന് സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. സ്വാഭാവിക സംശയമാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് അവരെങ്ങനെയാണ് മാറുന്നു. എനിക്ക് ഓർമ്മക്കുറവുണ്ട്, എനിക്ക് ക്ഷീണമാണ് എന്നൊക്കെയാണ് താങ്കൾ തൊട്ട് മുമ്പേയുള്ള വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ താങ്കൾക്ക് ഓർമ്മയില്ല. പണ്ട് നടന്ന കാര്യങ്ങൾ ഒരു വളരെ കൃത്യമായിട്ട് താങ്കൾക്ക് ഓർമ്മയുണ്ട്. താങ്കൾ വളരെ ഊർജ്ജസ്വലമായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നത്. താങ്കൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് തന്നെ. അപ്പൊ താങ്കൾ ഇതിന് മുമ്പ് കാണിച്ചതൊക്കെ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അടവായിരുന്നു എന്ന് തോന്നിയാലും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. താങ്കൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വേറെ മാറ്റമൊന്നുമില്ല. ഇനിയെങ്കിലും ആ അസുഖമെങ്കിലും മാനിച്ച് ആ അസുഖത്തിന് നമ്മൾ പൊരുതി കീഴടക്കണം. അവിടെ വന്ന് വെല്ലുവിളിയും അവിടെ തന്റെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് നെഞ്ചിലൊക്കെ ഇടിച്ചുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ ടെൻഷൻ കൂടുമ്പോൾ താങ്കൾക്ക് തന്നെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളത്. അതുപോലെ താങ്കളെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന പ്രേക്ഷകർ, താങ്കളെ വെറുത്തിരുന്ന പ്രേക്ഷകർ, താങ്കൾക്കെതിരായിട്ട് കമന്റ് ഇട്ടിരുന്ന പ്രേക്ഷകർ ഇപ്പൊ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നത് പാവല്ലേ. ഒരു ഈ പറയുന്ന ക്യാൻസർ വന്നു, അവർ ഇനിയും എടുത്ത് ദുഃഖിക്കേണ്ട, ഞാൻ ഉൾപ്പെടെ ദുഃഖിപ്പിക്കേണ്ട, അവരെങ്ങനെ സർവൈവ് ആയിട്ട് വരട്ടെ എന്നുള്ള ഇതുകൊണ്ടാണ് താങ്കൾക്ക് 2 ദിവസം മുമ്പ് വരെ താങ്കളുടെ യൂട്യൂബ് ചാനലിന് അകത്ത് വന്ന ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു താങ്കൾക്ക്? താങ്കൾ ഇപ്പോൾ വന്ന് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പഴയ അഹങ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ആൾക്കാർ വീണ്ടും മാറുമെന്നുള്ളതാണ്. ആരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്താലും, ആരൊക്കെ വന്ന് ബാക്കിൽ വന്ന് കമന്റ് ചെയ്താലും റിയാലിറ്റി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്റെ സഹോദരിയായി പോലും സഹോദരി ഞാൻ നീ ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്. എന്റെ സഹോദരിയാണെങ്കിൽ ഞാൻ പറയാൻ പോയിരുന്ന ഇത്രയേ ഉള്ളൂ, നീ ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്. ഇത്രയും നേരം കിടന്ന് കുറെ കൊലച്ചില്ലേ, ഇനി അടങ്ങ്. ഈ ഒരു അസുഖം വന്നു, ഇനി അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വെല്ലുവിളികളും ഈ പറയുന്ന കുശുമ്പും ഈ പറയുന്ന അഹങ്കാരമൊക്കെ ഒന്ന് അടക്ക് എന്നേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് പറയുന്നത് ഒന്ന് സംയമനം പാലിക്കുക, ഒന്ന് അടങ്ങ്. താങ്കൾക്കിത് ഫിറോസ് പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഒരുത്തരും ഇല്ലല്ലോ എന്നുള്ളതാണ്. കുറെ ആൾക്കാർ സപ്പോർട്ടേഴ്സായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, കുറെ ആൾക്കാർ. അവർക്ക് ആർക്കും ഇനിയെങ്കിലും ഈ പറയുന്ന താങ്കളെ പറഞ്ഞു മനസ്സിലാക്കാത്തതാണോ അതോ താങ്കൾ അവർ പറഞ്ഞിട്ടും കേൾക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണും. താങ്കളുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കി താങ്കൾക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും പറയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കേസുണ്ട്. താങ്കൾ നിന്നൊക്കെ റിക്കവറി ആയി വരുമെന്നുള്ളത് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്, പൂർണ്ണ ആരോഗ്യവതിയായി വരുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ എനിക്കിപ്പോ
താങ്കൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് വരുമ്പോൾ താങ്കളുടെ മനസ്സിൽ കിടന്ന ഒരു കരടുണ്ടല്ലോ, താങ്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അഴുക്കുണ്ട്, അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ കൊടുക്കണം.